ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ബീച്ചിക്ക് പോവട്ടെ. അബുദാബി ബീച്ചിക്ക് പോവുക. രാവിലെ ഒരു 7-8 മണി ആയിക്കണം. എന്നാലും വെയിലൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും ഉണ്ട്. എന്തൊരു ചൊറുക്കേനെ അറിയോ കാണാൻ. നല്ല നീല വെള്ളേനിട്ട് നല്ല രസം ഉണ്ടായിന്. ഇവരൊക്കെ അപ്പം തന്നെ ഇറങ്ങിയിട്ടാ. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഉള്ളത് അബുദാബി ബീച്ചിലാണ്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ ആ കാണുന്നൊരു മഞ്ഞ സാധനം കൊണ്ട് കയറ് കെട്ടിയാണ്. അവിടെ വെച്ചാൽ വരെ നമുക്ക് നീന്താൻ പറ്റുള്ളൂ കേട്ടോ. അതിൻ്റെ അപ്പുറം കടക്കാൻ പറ്റില്ല. പിന്നെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ കുളിക്കാൻ പോകണേ. സോറി, കുളിക്കാൻ പോലെ എന്തെങ്കിലും നീന്താൻ പോകണേ. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കില്ല കേട്ടോ. പിന്നെ ഫുള്ള് വൈബേന്, നല്ല രസം. നല്ല ഉപ്പുണ്ട്. ഇവിടുത്തെ വെള്ളം നമ്മൾ നാട്ടിലത്തെ പോലെ ഇല്ല കേട്ടോ. നല്ല ഉപ്പാണ് കേട്ടോ. നല്ല തൊള്ള കണ്ട് കഴിച്ചിട്ടിരിക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ മുങ്ങിക്കളി കഴിച്ചിട്ടോ. നല്ല രസമുണ്ട് കുളിക്കാൻ. സോറി, നീന്താൻ നല്ല രസമുണ്ട്. കല്ലുണ്ട്, മണ്ണൊക്കെ വെള്ള കളർ കേട്ടോ. മണ്ണ് വെള്ള കളറാണ്. എല്ലാവരും ഇറങ്ങി. ആദ്യം താത്തൊന്നും ഇറങ്ങില്ല പറഞ്ഞില്ല, പക്ഷെ ഞങ്ങൾ എല്ലാവരും ഇറങ്ങിട്ടാ. പിന്നെ നമ്മളിങ്ങനെ ദൂരെ പോണ അനുസരിച്ച് ആയ ഇങ്ങനെ കൂടിട്ടാ. പിന്നെ അങ്ങനെ നമ്മൾ മുങ്ങി വരും കേട്ടോ. ദിഫൂനൊക്കെ ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ടാണ് കൊണ്ടുപോയി. ഓൾക്കൊക്കെ പേടിയായിട്ടാണ്ട് വരൂലേനിട്ടാ മുങ്ങിനോണ്ട്. പിന്നെ ഇവർക്ക് ഈ വീടുണ്ടാക്കുക മണ്ണുണ്ട് അങ്ങനത്തെ പണിയാണ്. പിന്നെ കളിപ്പാട്ടൊക്കെ ഓടുന്നതിനിട്ടാ. അതുകൊണ്ടൊക്കെ ഇങ്ങനെ കളിക്കലേൻ്റെ പണി. അപ്പോൾ ഒരു കുറേ നേരം അത് കളിക്കും, പിന്നെ നീന്താൻ വരും, അങ്ങനെ കേട്ടോ. പിന്നെ ഞങ്ങൾ പിന്നെയും കുറേ സമയം അവിടെ തന്നെ ആയിരുന്നു കേട്ടോ. കുറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. പിന്നെ ഇതാണ് എൻ്റെ കസിൻ കാക്ക. ഈ കസിൻ കാക്കാൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ വന്നിരുന്നത്. പിന്നെ ഈ ദിനു ഈ മണ്ണോണ്ട് ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അവസാനം ഇങ്ങനെ ആക്കിയിട്ട് ഒറ്റയ്ക്ക് ചെയ്തിട്ട് നല്ല രസം ഉണ്ടായിന്. പിന്നെ ആൾക്കാർ ഇങ്ങനെ വരുന്നോണ്ടിരിക്കുന്നുണ്ടായിട്ട്. അല്ലെ വെയിലുണ്ടായിന്, പക്ഷെ വെള്ളത്തേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ വെയിൽ അറിയില്ല കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ കുടക്ക് വെച്ചിരിക്കണം കേട്ടോ. വേറെ രാജ്യത്തെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ടായിട്ട്. പിന്നെ അവിടെ തന്നെ വാഷ്റൂം ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോയിട്ടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.